ഒരുക്കമുള്ളൊരു ഹൃദയവുമായി പിതാവേ ഇതാ ഞാൻ എന്തിനുമേതിനും സന്നദ്ധനായി പിതാവേ ഇതാ ഞാൻ ഒരുക്കമുള്ളൊരു ഹൃദയവുമായി പിതാവേ ഇതാ ഞാൻ എന്തിനുമേതിനും സന്നദ്ധനായി പിതാവേ ഇതാ ഞാൻ അങ്ങെന്നെ ആത്മാവിൽ അഭിഷേചിക്ക അങ്ങെന്നെ ദൂതുമായി അയച്ചിടുക പിതാവേ ഇതാ ഞാൻ. ഈ സമയത്ത് ഓർത്ത് നന്ദി പറയുന്നു. അത്ഭുതകരമായ അവിടുത്തെ കരങ്ങളിലൂടെ ഞങ്ങളെ നയിക്കുന്നു. കർത്താവെ, ദിവ്യകാരുണ്യ ആരാധനയിലൂടെ, ദിവ്യകാരുണ്യ സാന്നിധ്യത്തിലൂടെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് വലിയ ഇടപെടൽ നടത്തിയിരിക്കുന്നെന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. കർത്താവ്, ഞങ്ങൾ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അവിടുത്തെ മുമ്പിലുണ്ട്. കർത്താവ്, ഞങ്ങൾ ഒരു മനസ്സോടെ പരസ്പരം ഏറ്റുപറഞ്ഞുകൊണ്ട് പരസ്പരം പിന്തുണച്ചുകൊണ്ട് അവിടുത്തെ മുമ്പിലേക്ക് സമർപ്പിച്ച ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അവിടുന്ന് ഞങ്ങൾക്ക് നിവർത്തിതമാക്കിയിട്ടുണ്ട് എന്ന് ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്നു. കർത്താവെ, അത്ഭുതകരമായ രീതിയിൽ ഞങ്ങൾക്ക് ഈ ഒരു അനുഭവം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയാം. കർത്താവ്, ഞങ്ങളെ പൂർണ്ണമായിട്ട് അവിടുത്തെ തൃക്കരങ്ങളിലേക്ക് നൽകും. കർത്താവ്, അവിടുത്തെ വചനം വായിക്കുന്നതിനും വ്യാഖ്യാനിക്കുന്നതിനും അത് മനസ്സിലാക്കുന്നതിനും അത് ഗ്രഹിക്കുന്നതിനും ഒക്കെയുള്ള കൃപ ഈ വ്യക്തിക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാമത്തെ അധ്യായം 7 മുതലുള്ള വചനങ്ങൾ നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. അവിടുന്ന് തുടർന്ന് അരുളി ചെയ്തു, ഈ നാട് നിനക്ക് അവകാശമായി തരാൻ വേണ്ടി നിന്നെ കൽദായരുടെ ഊറിൽ നിന്ന് കൊണ്ടുവന്ന കർത്താവാണ് ഞാൻ. അവൻ ചോദിച്ചു, ദൈവമായ കർത്താവേ, ഇത് സംഭവിക്കുമെന്ന് ഞാൻ എങ്ങനെയാണ്? അവിടുന്ന് കൽപ്പിച്ചു, 3 വയസ്സ് വീതം പ്രായമുള്ള ഒരു പശുക്കിടാവ്, ഒരു പെണ്ണാട്, ഒരു മുട്ടനാട് എന്നിവയും ഒരു ചെങ്ങാലിയെയും ഇളം പ്രാവിനെയും എനിക്കായി കൊണ്ടുവരിക. അവൻ അവയെല്ലാം കൊണ്ടുവന്നു. അവയെ 2ആയി പിളർന്ന് ഭാഗങ്ങൾ നേർക്കുനേരെ വെച്ചു. പക്ഷികളെ അവൻ പിളർന്നില്ല. കിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രാം അവയെ ആട്ടി ഓടിച്ചു. സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. അപ്പോൾ കർത്താവ് അരുളി ചെയ്തു, നീ ഇത് അറിഞ്ഞുകൊള്ളുക, നിന്റെ സന്താനങ്ങൾ സ്വന്തമല്ലാത്ത നാട്ടിൽ പരദേശികളായി കഴിഞ്ഞു 400 കൊല്ലം അവർ പീഡനങ്ങൾ അനുഭവിക്കും. എന്നാൽ അവരെ അടിമപ്പെടുത്തുന്ന രാജ്യത്തെ ഞാൻ കുറ്റം വിധിക്കും. അതിനുശേഷം ധാരാളം സമ്പത്തുമായി അവർ പുറത്തു വരും. നമ്മുടെ ദൈവമായ കർത്താവിനെ സ്നേഹമുള്ളവരെ, ഈ ഒരു വചനഭാഗത്തിൽ നമ്മൾ ഏറ്റവും അധികം, അല്ലെങ്കിൽ ഈ വ്യക്തി, ഞാനത് വായിച്ച് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ച ആ ഒരു ഭാഗം എന്ന് പറയുന്നത്, സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരുന്നപ്പോൾ അബ്രാം ഗാഢനിദ്രയിലാണ്ടു. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. നമ്മള് വളരെ പ്രാധാന്യമുള്ള ഒരു വചനഭാഗമായിട്ടുണ്ട്. ഒരു ആത്മീയ ജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, വചനം പഠിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം, വചനം സ്വീകരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി പ്രാധാന്യമുള്ള ഒരു വചനമായിട്ട് എനിക്ക് തോന്നുകയാണ്. കർത്താവ് അങ്ങനെ ഒരു പ്രചോദനം എനിക്ക് തരികയാണ്. ആ അബ്രാം ഗാഢനിദ്രയിലാണ്ടപ്പോൾ ഒരൊറ്റ വാക്കേ വചനം നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നുള്ളൂ. ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്തു. ഞാൻ ആലോചിക്കുകയാണ്, നമ്മൾ ആ ഒരു സിറ്റുവേഷൻ നമുക്കൊന്ന് മനസ്സിലൊന്ന് സങ്കല്പിക്കാം. എന്താണ് സംഭവിക്കുക? 15-ാമത്തെ അധ്യായത്തിൽ മുഴുവൻ, 15-ാമത്തെ അധ്യായം 1 മുതൽ ദൈവം ഇങ്ങനെ അബ്രാഹത്തോട് സംസാരിക്കുക. അന്ന് അബ്രാഹമായിട്ടുള്ള അബ്രാമിനോട് പറയുകയാണ്, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് എന്നാണ് അബ്രാം ചോദിക്കുന്നത്. അപ്പം അങ്ങനെ മുമ്പോട്ട് പോകുമ്പോഴാണ് അവിടെ കർത്താവ് അബ്രാമിനോട് പറയുന്നു,
ആകാശത്തേക്ക് നോക്കുക, ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ കഴിയും. അതിന്റെ സന്താന പരമ്പരയും അതുപോലെയായി. ഒരൊറ്റ മകനോ അല്ലെന്നുണ്ടെങ്കിൽ മകൻ എന്ന് പറയുന്ന ഒരു ഓഫ് സ്പ്രിങ് അല്ലെന്നുണ്ടെങ്കിൽ അനന്തര തലമുറ എന്നുള്ള ഒരു കാര്യത്തെ കുറിച്ച് യാതൊരു ചിന്തയുമില്ല. അങ്ങനെയൊന്ന് സങ്കല്പിക്കാൻ പോലും സാധിക്കുന്നില്ല. കർത്താവ് ഇങ്ങനെയാണ് അബ്രാം ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ വീട്ടിൽ പിറന്ന ഒരു ദാസനായിരിക്കും എന്റെ അവകാശി. കാരണം എനിക്കൊരു അവകാശിയില്ല. എനിക്ക് സമ്പത്തുണ്ടായിട്ട് വലിയ കാര്യമില്ല, എനിക്ക് അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ട് കാര്യമില്ല, എന്നെ കർത്താവ് ലോക ജീവിതത്തിൽ സമർത്ഥമായിട്ട് അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇതൊന്നും കടന്നു പോകാനാണ്, അതൊന്നും പാസ് ചെയ്ത് കൊടുക്കാനായിട്ട്, ഇതിനൊരു അവകാശിയായിട്ട് എനിക്കൊരു മോനില്ല. അങ്ങനെ ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ ഞാൻ ഈ ഉണ്ടാക്കിയിട്ടൊക്കെ എന്ത് പ്രയോജനം? അല്ലെങ്കിൽ നീ എന്നെ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞിട്ട് തന്നെ എന്ത് കാര്യം എന്നാണ് അബ്രഹാം ചോദിക്കുക. പക്ഷേ അവിടെ കർത്താവിന്റെ ഒരു വചനം നമ്മൾ അവിടെ വായിക്കുന്നുണ്ട്. കർത്താവിന്റെ വാഗ്ദാനങ്ങൾ ഓരോന്നും അവന്റെ മുമ്പിലേക്ക് വരുമ്പോഴും പ്രതീക്ഷയ്ക്ക് യാതൊരു വകയില്ലാതിരുന്നിട്ടും അബ്രാം കർത്താവിൽ വിശ്വസിച്ചു. 6-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രാം കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവന് നീതീകരണമാക്കി മാറ്റി. നമുക്കറിയാം, പൗലോസ്ലീഹയൊക്കെ എടുത്തു പറഞ്ഞ് വിശദീകരിച്ച് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമാണ്. വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്ന ക്രൈസ്തവ ജീവിതം, യേശുക്രിസ്തുവിലുള്ള വിശ്വാസം കൊണ്ട് അബ്രാഹത്തിന്റെ വിശ്വാസം അവന് നീതീകരണമായതുപോലെ യേശുക്രിസ്തുവിലുള്ള വിശ്വാസം നമുക്ക് നീതീകരണമായി തീരുമെന്നൊക്കെ നമ്മളെ പൗലോസ്ലീഹ പറഞ്ഞ് പഠിപ്പിക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം കാര്യം. അപ്പൊ ഇവിടെ ഇങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും അവിടെ അബ്രാം കടന്നു പോകുന്ന ഒരു ജീവിത അവസ്ഥയുണ്ട്. അല്ലെങ്കിൽ അബ്രാമിനെ നമ്മളൊന്ന് മനസ്സിലാക്കി. എന്നാൽ അബ്രാഹത്തിന്റെ സ്ഥാനത്ത് നമുക്ക് പലപ്പോഴും നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കാൻ തോന്നുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടായേക്കും. അബ്രാമിനെ സംബന്ധിച്ചിടത്തോളം അവിടെ എന്താ സംഭവിക്കുക? അവിടെ പ്രതീക്ഷിക്കാനൊന്നുമില്ലാതെ ഇരുന്നിടത്ത് കർത്താവ് ഊറെന്ന് പറയുന്ന പ്രദേശത്തു നിന്ന് അബ്രാമിനെ വിളിക്കുകയാണ്. അബ്രാമിനെ വിളിച്ചിട്ട് വിളിക്കുന്ന സമയത്ത് തന്റെ സമ്പത്ത്, തന്റെ പിതൃഗൃഹം, തന്റെ ബന്ധുജനങ്ങള്, തനിക്കുള്ളത്, തന്റേതായിട്ട് തന്റെ കുടുംബത്തുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് അബ്രാം കർത്താവ് പറയുന്ന സ്ഥലത്തോട്ട് പോയി താമസിക്കുക. അപ്പൊ ഈ കർത്താവ് പറയുന്ന സ്ഥലത്ത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, എങ്ങനെയാണ് കർത്താവ് അബ്രാമിനോട് സംസാരിച്ചത്? ഒരുപക്ഷെ സ്വപ്നത്തിലായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വെളിപാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ദർശനം കിട്ടിയിട്ടുണ്ടായി. സ്നേഹമുള്ളവരെ, നമുക്കൊക്കെ നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം ദർശനങ്ങൾ കിട്ടിയിട്ടുണ്ട്, എന്തെല്ലാം ചിന്തകൾ, ഉദാത്തമായ ചിന്തകൾ നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. പക്ഷെ അവയോടൊക്കെ നമ്മൾ എത്രമാത്രം പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുണ്ട് എന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടത്. ചില പ്രത്യേക സന്ദർഭങ്ങളിൽ കർത്താവ് നമ്മളെ തെരഞ്ഞെടുത്തതാണ്. നമുക്ക് ചില ആത്മീയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാനായിട്ട് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുമ്പോൾ അങ്ങനെയൊന്നും ആയിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം. ഇന്നത്തെ ദിവസം ഇന്ന് ചങ്ങനാശ്ശേരി സോൺ, കരിസ്മാറ്റിക് സോണിന്റെ പുനഃസംഘടന നടക്കുക, അല്ലെങ്കിൽ അതുമായിട്ട് അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങളുടെ സബ്സോണിന്റെ പേരൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫൊറോന എന്ന് പറയും. അവിടെ ഏതാനും സഹോദരങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അപ്പോൾ ഒരു സബ്സോണിന്റെ സർവീസ് ടീമിനെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു, അപ്പം പട 10, 12, 14 പേരാണ് വന്നിരിക്കുന്നത്. 14 ഇടവകകളുള്ള ഒരു പ്രദേശത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കേണ്ട ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കാനാണ്. അവിടെ വന്ന എല്ലാവരും പുറകോട്ട് വലിയുന്നത് പോലെ ഇങ്ങനെ വലിഞ്ഞു പോകും എന്ന് പറയാം. ഒരാൾ പറയുന്നു, എനിക്ക് ജോലിയുണ്ട്, ഞാൻ ഉടൻ തന്നെ ഞാൻ ഗൾഫിലേക്ക് പോകാനായിട്ട് ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം അതിനുള്ള പ്രോസസ്സ് തുടങ്ങിയിരിക്കുകയാണ്. പക്ഷെ എനിക്ക് അതുകൊണ്ട് ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കാൻ സാധിക്കുക. വേറെ ചിലരോട് പറഞ്ഞു ഞങ്ങൾക്ക് പ്രായമായി, വേറെ ചിലരോട് പറഞ്ഞു ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ അങ്ങനെ നിർബന്ധമായിട്ട് ഈ ഉത്തരവാദിത്തങ്ങൾ അവരെ ഓരോരുത്തരും പിടിച്ചേൽപ്പിക്കേണ്ടി. എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉത്തരവാദിത്തങ്ങൾ? അതായത് ആത്മാക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ വേണ്ടി. നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇടയിലും നമ്മുടെ കുടുംബങ്ങളിലും നമ്മുടെ യുവജനങ്ങളോടും യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുവാനും യേശുക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാനും ഒക്കെ വേണ്ട അവസരങ്ങൾ കർത്താവ് തുറന്നു തന്നുകൊണ്ടിരിക്കുന്ന ചില സന്ദർഭങ്ങളിലാണ് ഇത്തരം ഉത്തരവാദിത്തങ്ങൾ അവരുടെ മേൽ വന്നു കഴിയുമ്പോഴത്തേക്ക് അവർ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വേറൊന്നുമല്ല. അപ്പൊ അങ്ങനെ ഈ അബ്രാമിനെ കർത്താവ് വിളിക്കുകയാണ്.
സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിന്റെ പേരിൽ അദ്ദേഹം ഇറങ്ങി പുറപ്പെടുകയാണ് ഭാര്യയുമായിട്ട് സ്വദേശം വിട്ട് ബന്ധുജനങ്ങളെ വിട്ടിട്ട് അദ്ദേഹം ഇങ്ങനെ പോയി ആർക്കും വേണ്ടാത്ത, ആരെയും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേക പ്രദേശത്ത് കർത്താവ് പറഞ്ഞതായത് കൊണ്ട് അദ്ദേഹം അവിടെ വാസമുറപ്പിക്കും. അങ്ങനെ ഇരിക്കെ അബ്രാഹാം അബ്രാഹാം ദൈവത്തിന്റെ സ്വരം കേൾക്കും. ദൈവം അദ്ദേഹത്തോട് സംസാരിക്കുകയാണ്. അപ്പൊ ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നു. അപ്പൊ അത് കേട്ട് അബ്രാഹാം അതിനോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തില് ഈ ദൈവത്തിന്റെ സ്വരം നമ്മൾ കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും ദൈവവചന പ്രഘോഷണങ്ങളിലൂടെ, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ പെട്ടെന്ന് ആലോചിക്കുന്ന എന്റെ ഓർമ്മയിലേക്ക് വരുന്നത്, ഒരിക്കലും ഫ്രാൻസിസ് അസീസി ഇങ്ങനെ വഴിയെ നടന്നു പോവുകയാണ് ബ്രദർ ലിയോട്. അപ്പം പാടത്ത് പണിതുകൊണ്ടിരുന്ന ഒരു വൃദ്ധൻ, ഒരു കർഷകൻ, അദ്ദേഹം എഴുന്നേറ്റ് ഇങ്ങനെ പാടത്തുനിന്ന് പണി നിർത്തി, എനിക്ക് ലഞ്ചിന് വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ വന്ന് എഴുന്നേറ്റ് ഇങ്ങനെ പാടത്തുനിന്ന് പുറത്തേക്ക് വരുമ്പോഴത്തെ വഴിയിലേക്ക് വരുമ്പോഴാണ് ഫ്രാൻസിസ് അസീസിയെ കാണുന്നത്. അപ്പൊ അദ്ദേഹം ഈ ഫ്രാൻസിസ് അസീസിയോട് ചോദിക്കുന്നു, താങ്കളാണോ ഈ ജീവിക്കുന്ന വിശുദ്ധനായ ഫ്രാൻസിസ് ഓഫ് അസീസി? അപ്പം ഫ്രാൻസിസ് അസീസി എളിമയോടെ പറയുകയാണ്, അതെ ഞാൻ തന്നെയാണ്. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ആ പേര് കളയരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് ഈ കർഷകൻ നടന്നു പോകും. പെട്ടെന്ന് തന്നെ ഫ്രാൻസിസ് അസീസി അവിടെ മുട്ടുകുത്തി നെഞ്ചത്ത് അലച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി, എന്റെ ദൈവമേ, എന്റെ കർത്താവേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു. അപ്പം കൂടെ ഉണ്ടായിരുന്ന ബ്രദർ ലിയോക്ക് സംഗതി ഒന്നും പിടികിട്ടുന്നില്ല. അപ്പൊ അദ്ദേഹം ഫ്രാൻസിസ് അസീസിയോട് ചോദിക്കുക, എന്തിനാണ് ഗുരു നിങ്ങൾ ഇങ്ങനെ നിലവിളിക്കുന്നത്? അയാളൊരു നല്ല കാര്യമല്ലേ പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹം പോവുകയും ചെയ്തല്ലോ. അപ്പൊ പെട്ടെന്ന് ഫ്രാൻസിസ് അസീസി പറയുന്ന ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കണ്ടില്ലേ, ദൈവം പാടത്തുനിന്ന് കയറി വന്ന് എന്നെ ശകാരിച്ചിട്ട് പോയത് കണ്ടില്ലേ എന്നാണ് ഫ്രാൻസിസ് അസീസി ചോദിക്കുന്നത്. സ്നേഹമുള്ളവരെ, ഒരു കർഷകന്റെ വാക്കിൽ കർത്താവിന്റെ ഒരു സന്ദേശം ഒളിപ്പിച്ചു വെക്കപ്പെട്ടിരിക്കുന്നത് കാണാനും കേൾക്കാനും അത് മനസ്സിലാക്കാനും അതിനോട് പ്രതികരിക്കുവാനുമുള്ള ഒരു ആർജവത്വം, അതാണ് അദ്ദേഹത്തെ വിശുദ്ധനാക്കി മാറ്റിയത് എന്ന് എനിക്ക് തോന്നുകയാണ്. ഇവിടെ അബ്രാഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് തന്നെയാണ്. അതായത് ചില പ്രത്യേക ജീവിത സന്ദർഭങ്ങളിൽ ദൈവത്തിന്റെ സ്വരം കേൾക്കുവാനും ദൈവത്തിന്റെ സ്വരത്തോട് പോസിറ്റീവായിട്ട് പ്രതികരിക്കുവാനും ഏതൊരു പ്രതിസന്ധിയിലും ആ ഒരു ദൈവസ്വരത്തിനോടുള്ള പ്രതിബദ്ധത വിട്ടുകളയാതിരിക്കാനും അബ്രാം ശ്രദ്ധിച്ചു. അപ്പൊ അതിനാണ് ഇങ്ങനെയാണ് പറയുക, അവൻ കർത്താവിൽ വിശ്വസിച്ചു. അവൻ കർത്താവിൽ വിശ്വസിച്ചത് കൊണ്ടാണ് അവൻ ഈ പ്രതികൂല സാഹചര്യങ്ങളിൽ ഈ വിശ്വാസത്തിൽ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് പിടിച്ചു നിൽക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. അപ്പൊ അവിടെ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ അബ്രാം കടന്നു പോയ ഒരു ക്രൈസിസിനെയാണ് നമ്മൾ ഈ 13-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കും. 12-ാമത്തെ വചനം, സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ എന്താ പറയുക, ഭീകരമായ അന്ധകാരം അവനെ ആവരണം ചെയ്യും. അവനെ എൻഗൾഫ് ചെയ്യും, അവനെ മൂടിക്കളയും, അവനെ എന്താ പറയുക, ഒരു ചാക്കിനകത്താക്കുന്നത് പോലെ അവനെ കവർ ചെയ്ത് കളയും. ഇപ്പൊ ഇവിടെ സംഭവിക്കുന്നതാണ്. അതിന് മുമ്പ് ചില കാര്യങ്ങൾ പറയുന്നു. അതായത് ബലിമൃഗങ്ങളല്ല, മൃഗങ്ങള് അന്നത്തെ കാലത്ത് യഹൂദന്മാരുടെ ആചാരം അനുസരിച്ച് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അവിടെ ഇങ്ങനെ എന്താ പറയാ, നമ്മൾ വായിക്കുന്നത് ഒരു 3 വയസ്സ് വീതം പ്രായമുള്ള പശുക്കിടാവ്, പെണ്ണാട്, മുട്ടനാട്, ചെങ്ങാലി ഇവയൊക്കെ രണ്ടായിട്ട് വിഭജിച്ച് അഭിമുഖമാക്കി വെച്ചുകൊണ്ട് ഇങ്ങനെ വെക്കുക. അന്നത്തെ കാലത്തൊക്കെ 2 വ്യക്തികൾ തമ്മിൽ ഒരു കവനന്റിൽ ഏർപ്പെടുമ്പോൾ അന്നത്തെ ഒരു ആചാരമായിരുന്നു, നമ്മളൊക്കെ സൈൻ ചെയ്യുന്നത് പോലെ, അല്ലെന്നുണ്ടെങ്കിൽ വിറ്റ്നസിന്റെ മുമ്പിൽ അല്ലെങ്കിൽ സാക്ഷികളുടെ മുമ്പിൽ സൈൻ ചെയ്യുന്നത് പോലെ അവർ ചെയ്തിരുന്ന ഒരു ആചാരമായിരുന്നു ഈ മൃഗങ്ങളെ പിളർന്നു വെച്ചിട്ട് ആ പിളർന്ന മൃഗങ്ങളുടെ ഇടയിലൂടെ നടന്നു പോകും. അപ്പോൾ അങ്ങനെയാണ് അവരുടെ ആ എഗ്രിമെന്റുകൾ റാറ്റിഫൈ ചെയ്യുന്നത്. അന്നത്തെ ഒരു ആചാരമായിരുന്നു. അപ്പം ദൈവവും അബ്രാമും തമ്മിൽ ഒരു ഉടമ്പടിയിൽ ഏർപ്പെടാനായിട്ടുള്ള ഉടമ്പടിയുടെ ചിട്ടവട്ട ക്രമങ്ങൾ ഒരുക്കി വെച്ചിട്ട് തനിക്ക് വേണ്ടിട്ട് കാത്തിരിക്കാനാണ് കർത്താവ് അബ്രാഹാമിനോട് ആവശ്യപ്പെടുന്നത്. അതിന് ശേഷം എന്താ സംഭവിക്കുക, അബ്രാഹാം ഇങ്ങനെ ഈ പശുക്കിടാവിനെയും പെണ്ണാടിനെയും ചെങ്ങാലിയെയും ഒക്കെ ഇങ്ങനെ മുറിച്ച് പിളർന്ന് വെച്ചിട്ട് ദൈവവുമായിട്ട് അഭിമുഖം കണ്ടുകൊണ്ട് ദൈവമൊത്ത് ഈ പിണങ്ങളുടെ ഈ പിളർന്നു വെച്ചിരിക്കുന്ന ശരീരങ്ങളുടെ ഇടയിലൂടെ നടന്നുകൊണ്ട് അവരുടെ എഗ്രിമെന്റ് അല്ലെങ്കിൽ അവരുടെ ആ കവനന്റിനെ
ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സൈൻ ചെയ്യുന്ന, റാറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ആ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ അബ്രഹാം കാത്തിരിക്കുക. നമ്മൾ വായിക്കുന്നത് എന്താ പറയുന്നത്? അതായത് പിണത്തിന്മേൽ കഴുകന്മാർ ഇറങ്ങി വന്നപ്പോൾ അബ്രഹാം അവയെ ആട്ടി വെച്ചു. അപ്പം അതായത് ഇതിങ്ങനെ ഒരുക്കി വെച്ചിട്ട് ദൈവത്തിന്റെ അരുളപ്പാടിന് വേണ്ടിയിട്ട്, ദൈവത്തിന്റെ സാന്നിധ്യത്തിന് വേണ്ടിയിട്ട് അബ്രഹാം കാത്തിരിക്കുവാണ്. പക്ഷെ കാത്തിരുന്നിട്ട് എന്താ സംഭവിക്കുക? ഇത് റാഞ്ചിക്കൊണ്ട് പോകും. പിളർന്നു വെച്ചിരിക്കുന്ന ശരീരങ്ങൾ റാഞ്ചിക്കൊണ്ട് പോകാൻ കഴുകന്മാർ ഇറങ്ങി വരുന്നതല്ലാതെ അവിടെ ദൈവത്തിന്റെ ലാഞ്ചന പോലും കാണാൻ പറ്റുന്നില്ല. ദൈവത്തിന്റെ സാന്നിധ്യമൊന്നും അബ്രഹാമിന് അറിയാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, വിശ്വാസ വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഏതൊരു വ്യക്തിയും കടന്നു പോകേണ്ട ഒരു പ്രതിസന്ധിയുടെ, സമ്മർദ്ദത്തിന്റെ, പരീക്ഷണത്തിന്റെ ചില ഘട്ടങ്ങള് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം. അവയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ അവന്റെ വിശ്വാസം അവന് നീതീകരണത്തിന് കാരണമായി എന്ന് നമ്മൾ വായിക്കുമ്പോൾ അതേ വിശ്വാസം എന്റെ നീതീകരണത്തിന് കാരണമാകുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാനായിട്ട് നമ്മുടെ ജീവിത പ്രതിസന്ധികള്, നമ്മുടെ സംഘർഷങ്ങള്, നമ്മുടെ ബലഹീനതകള്, നമ്മുടെ ഇടർച്ചകള് നമുക്ക് ഒരു നിമിത്തമായി മാറുന്നത് നമുക്ക് കാണുവാൻ സാധിക്കണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഹല്ലേലൂയ. അപ്പോഴാണ് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തെ അദ്ദേഹം മറികടന്ന് കഴിഞ്ഞപ്പോഴാണ് അവിടെ കർത്താവ് അബ്രാഹത്തിന്റെ മുൻപിലേക്ക് പ്രത്യക്ഷപ്പെടുകയും അതിനുശേഷം നമ്മൾ എന്താ വായിക്കുന്നത്? അവിടെ കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ 17-ാമത്തെ വചനത്തിൽ വായിക്കുമ്പോൾ സൂര്യൻ അസ്തമിച്ച് അന്ധകാരം വ്യാപിച്ചപ്പോൾ പുഴകയുന്ന ഒരു തീച്ചുള കാണാനായി ജ്വലിക്കുന്ന ഒരു തീനാളം പിളർന്നിട്ടിരുന്ന കഷണങ്ങളുടെ നടുവിലൂടെ കടന്നുപോയി അന്ന് കർത്താവ് അബ്രാഹാമിനോട് ഒരു ഉടമ്പടി ചെയ്തു. ഹല്ലേലൂയ. ഞങ്ങളൊരു ഇത് നമ്മൾ വളരെയേറെ ശ്രദ്ധയോടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിലെ ചില പിളർന്നു വെക്കപ്പെട്ട ചില ജീവിതാവസ്ഥകൾ, ഒരു അനുഭവങ്ങളുടെ നേരെ നമ്മള് ആ അനുഭവങ്ങളുമായിട്ട് നമ്മൾ കർത്താവിന് മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ഈ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയാനായിട്ട് നമുക്ക് വരുന്ന, നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഒരു ഇടവേളയാണ്. മദർ തെരേസയെ കുറിച്ച് കേട്ടിട്ടുണ്ട്. മദർ തെരേസയുടെ പേഴ്സണൽ ഡയറികൾ അത് പബ്ലിഷ് ചെയ്യണം, അത് പുറം ലോകം കാണണമോ എന്ന് പോലും മദർ തെരേസയുടെ ആ കോൺഗ്രിഗേഷനിലെ മേലധികാരികള് സംശയം തോന്നിയ ചില സന്ദർഭങ്ങള് മദർ തെരേസയുടെ ഡയറികളിൽ, വ്യക്തിപരമായ ഡയറികളിൽ ഉണ്ടായിരുന്നു എന്ന് വായിക്കുകയുണ്ടായി. അത് മദറിന്റെ അനുഭവം ഇങ്ങനെയായിരുന്നു. ശക്തമായ ഉപവി പ്രവർത്തനങ്ങൾക്ക് പ്രചോദനമുള്ളപ്പോൾ പോലും അതിശക്തമായിട്ട് ദൈവസ്നേഹത്താൽ പ്രചോദിതയായിട്ട് 10,000-കണക്കിന് ആളുകളെ ശുശ്രൂഷിക്കുകയും അനേകം ആളുകളുടെ ആത്മരക്ഷയ്ക്ക് കാരണമാകത്തക്ക രീതിയിൽ ദൈവസ്നേഹത്തിന്റെ ഒരു പ്രകരണമായി മാറുകയും ചെയ്ത മദർ തെരേസയുടെ ജീവിതത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ, ദൈവം ഇടപെടുന്നതിന്റെ, ദൈവം സംസാരിക്കുന്നതിന്റെ, ദൈവം കൂടെ നിൽക്കുന്നതിന്റെ ഒരു അനുഭവം പോലും ഉണ്ടാകാത്ത രീതിയിൽ അത്രയേറെ ഡ്രൈ ആയിരുന്നു, ഉണങ്ങിയ ഒരു ആത്മീയ ജീവിതം. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു വിശുദ്ധ കുർബാനയിൽ, ഒരു ആരാധനയിൽ പങ്കെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ സംഭവിക്കുക? നമുക്ക് ഒരു അതിശക്തമായിട്ടുള്ള ഒരു ആത്മീയ അനുഭൂതി നമുക്ക് കിട്ടും. നമുക്ക് ഒരു ദൈവ സാന്നിധ്യത്തിന്റെ ഒരു 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 അനുഭവം നമുക്ക് കിട്ടുന്നു. അപ്പൊ അത് കിട്ടാതെ വരുന്നത് പൂർണ്ണമായും ദൈവസന്നിധിയിൽ, ദൈവ ശുശ്രൂഷയിൽ വ്യാപൃതയായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തിക്ക് ദൈവത്തിന്റെ സാന്നിധ്യം വ്യക്തിപരമായിട്ട്, ഭൗതികമായിട്ട്, തന്റെ ജീവിതത്തില് വികാരപരമായിട്ട് അത് അനുഭവിച്ചറിയാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി കടന്നു പോകുന്ന ഒരു സംഘർഷം എന്താണ് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാൻ സാധിക്കാം. സ്നേഹമുള്ളവരെ, ആ ഒരു സംഘർഷത്തിനുള്ളിലൂടെയാണ് മദർ തെരേസ തന്റെ ശുശ്രൂഷകളെ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഒരു വ്യക്തി കടന്നു പോകുന്ന ജീവിത സംഘർഷങ്ങളെ ആ വ്യക്തി ദൈവത്തിലുള്ള വിശ്വാസത്തിൽ ഊന്നിക്കൊണ്ട് എങ്ങനെ മറികടക്കാൻ സാധിക്കും എന്ന് നമ്മൾ പഠിക്കുന്നു. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, ഈ ഒരു അവസ്ഥയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹെബ്രായർക്കെഴുതിയ ലേഖനം 11-ാമത്തെ അധ്യായം എന്നെ വളരെയേറെ പ്രചോദിപ്പിച്ചിട്ടുള്ള ചില വചനഭാഗങ്ങള് 11-ാമത്തെ അധ്യായത്തില് നമ്മൾ വളരെയേറെ വ്യക്തമായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. 11-ാമത്തെ അധ്യായത്തില് 3-ാമത്തെ വചനം നമ്മൾ ഇങ്ങനെയാ വായിക്കുക: ദൈവത്തിന്റെ വിശ്വാസം എന്നത് പ്രത്യാശിക്കുക. 1-ാമത്തെ വചനം തന്നെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുക. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വചനങ്ങളാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്.
ഇതുമൂലമാണ് പൂർവികന്മാർ അംഗീകാരത്തിന് അർഹരായത്. അപ്പം നമ്മുടെ പൂർവികരെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പൂർവികർ അംഗീകാരത്തിന്, ദൈവികമായ തെരഞ്ഞെടുപ്പിന് അംഗീകാരത്തിന് അർഹരായത് എന്തുകൊണ്ട്, എങ്ങനെയാണ് ഈ അംഗീകാരത്തിലേക്ക് അവർ വളർന്നു വന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ വചനം നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. എന്താ പറയാ, മൂന്നാമത്തെ വേദനയിൽ ഇങ്ങനെ പറയാ, ദൈവത്തിന്റെ വചനത്താൽ ലോകം സൃഷ്ടിക്കപ്പെട്ടു എന്നും കാണപ്പെടുന്നവ കാണപ്പെടാത്തവയിൽ നിന്നുണ്ടായി എന്നും വിശ്വാസം മൂലം നാം അറിയുന്നു. സ്നേഹമുള്ളവരെ, ഈ ഒരു നമ്മൾ കാണുന്നില്ലാത്ത, നമുക്ക് അറിയാൻ പാടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത, അനുഭവിച്ചിട്ടില്ലാത്ത ഒന്നിനെ നമ്മൾ ദൈവസ്നേഹത്താൽ പ്രചോദിതരായി യേശുക്രിസ്തുവിൽ നിറഞ്ഞു നിന്നുകൊണ്ട് ഇത് പ്രതീക്ഷിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസമായിട്ട് മാറുന്നത്. ഹല്ലേലൂയ. ഇല്ലെന്നുണ്ടെങ്കിൽ അതിന് വിശ്വാസം എന്ന് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. 1 പത്രോസ് 1:8-9 വചനങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. യേശു ക്രിസ്തുവിനെ നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിലും നിങ്ങൾ സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണുന്നില്ലെങ്കിലും അവനിൽ വിശ്വസിച്ചുകൊണ്ട് അവാച്യവും മഹത്വപൂർണവുമായ സന്തോഷത്തിൽ നിങ്ങൾ മുഴുകുന്നു. ഹല്ലേലൂയ. ഈ ഒരു അനുഭവത്തിൽ, അതായത് കണ്ടിട്ടില്ലാത്ത യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ആ യേശു ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നമ്മൾ മുഴുകുന്നു എന്ന് വചനം നമ്മളോട് പറയുകയാണ്. ഹല്ലേലൂയ. വീണ്ടും പറയുകയാണ്, അങ്ങനെ വിശ്വാസത്തിന്റെ ഫലമായി ആത്മരക്ഷ നിങ്ങൾ പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ വിശ്വാസത്തിന്റെ ഫലമായി ആത്മരക്ഷ നമ്മൾ പ്രാപിക്കുന്നു. ഇതിനെ വളരെ വിശ്വാസം മൂലം അബ്രാഹം ചെയ്തത്, അബ്രാഹം വിശ്വാസം മൂലം മോശ എന്ത് ചെയ്തു, ഈ വിശ്വാസം മൂലം എന്താ പറയുക, ഗിദെയോന്, ബാറക്ക്, സാംസൺ, ജഫ്ത, ദാവീദ്, സാമുവൽ പ്രവാചകന്മാരെ കുറിച്ച് പ്രതിപാദിക്കാൻ സമയം പോരാ എന്ന് പൗലോസ് ശ്ലീഹ നമ്മളോട് പറയുകയാണ്. പ്രൈസ് ദി ലോർഡ്. വളരെ ഈ ഒരു അവസരം ഇവിടെ എല്ലാം എന്താ പറയുന്നത്, ഏറ്റവും അവസാനം ഈ 11-ാം അധ്യായത്തിന്റെ അവസാനമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഇവരൊക്കെ വിശ്വാസത്തിൽ വിജയിച്ചവർ. അബ്രാഹാം, ഇസഹാക്ക്, യാക്കോബ്, അനേകം ആളുകൾ വിജയം. പക്ഷെ അങ്ങനെ അല്ലാത്ത ചിലരും ഉണ്ട്. അവരെ കുറിച്ചുകൂടെ പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്. ഇവിടെ എന്താ പറയുക, ഇങ്ങനെയൊക്കെ വിജയിച്ചവരാണെങ്കിൽ പോലും മറ്റു ചിലർ മരണം വരെ പ്രഹരിക്കപ്പെട്ടു. മെച്ചപ്പെട്ട പുനരുദ്ധാനം പ്രാപിക്കാൻ വേണ്ടി പീഡയിൽ നിന്ന് രക്ഷപ്പെടാൻ അവർ കൂട്ടാക്കിയില്ല. ചിലർ പരിഹാസവും ചമ്മട്ടിയടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു. ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരിയാടുകളുടെയും കോലാടുകളുടെയും തോല് ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. അവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. ഈ ഒരു വചനം നമ്മൾ ശ്രദ്ധിക്കണം. അവരെ സ്വന്തമാക്കാൻ, അതായത് ഇങ്ങനെ ഭ്രാന്തൻ ജീവിതം ജീവിക്കുന്നവരെ സ്വന്തമാക്കാനുള്ള യോഗ്യത ലോകത്തിനില്ലായിരുന്നു. അതുകൊണ്ടല്ല ആ ലോകം അവരെ തള്ളിക്കളഞ്ഞു, ലോകം അവരെ വെറുത്തു, ലോകം അവരെ പരിഗണിച്ചില്ല. ക്ലാപ്പന്മാരെന്നും വിവരദോഷികളെന്നും പാവങ്ങളെന്നും ജീവിക്കാൻ അറിയാൻ പാടില്ലാത്തവരെന്നും ഒക്കെ അവരെ ലോകം വിളിച്ചു. എന്നിട്ട് എന്താ പറയാ, വനങ്ങളിലും മലകളിലും ഗുഹകളിലും പാളങ്ങളിലുമായി അവർ അലഞ്ഞു തിരിഞ്ഞു നടന്നു. എങ്കിലും വിശ്വാസം മൂലം അവരെല്ലാവരും അംഗീകാരം പ്രാപിച്ചുവെങ്കിലും വാഗ്ദാനം ചെയ്യപ്പെട്ടത് പ്രാപിച്ചില്ല. കാരണം നമ്മെ കൂടാതെ അവർ പരിപൂർണരാക്കപ്പെടരുത് എന്ന് കണ്ട് കർത്താവ് നമുക്കായി കുറച്ചുകൂടി ശ്രേഷ്ഠമായുള്ള, നേരത്തെ സ്നേഹമുള്ളവരെ, ഇവരൊക്കെ ഇങ്ങനെ കടന്നു പോയിട്ടുള്ളപ്പോഴും യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനും നമുക്കറിയാം. ഈശോ പറയുന്നൊരു കാര്യമാണ്: നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, നിങ്ങൾ കേൾക്കുന്ന കാതുകൾ ഭാഗ്യമുള്ളതാണ്. അനേകം പ്രവാചകന്മാരും വിശുദ്ധരും ഇവയൊക്കെ കാണണമെന്നും കേൾക്കണമെന്നും ആഗ്രഹിച്ചുവെങ്കിലും അവർക്കത് സാധിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹമുള്ളവരെ, നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിന്റെ വലിയ സമ്പത്ത്, എനിക്ക് പറയാൻ തോന്നുന്ന ഒരു കാര്യം ഇതാണ്, കർത്താവ് എനിക്ക് തരുന്ന പ്രചോദനം ഇതാണ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിശ്വാസത്തിന്റെ വില ഒരുപക്ഷെ നമ്മൾ എങ്ങനെയാണ് ഒരു ക്രിസ്ത്യാനിയായി തരുന്നത്? ക്രിസ്ത്യാനിയായിട്ടുള്ള ഒരു അപ്പന്റെയും അമ്മയുടെയും മകളായിട്ട് ജനിച്ചത് കൊണ്ട് നമ്മളിങ്ങനെ നിളഞ്ഞ് ക്രിസ്ത്യാനിയായിട്ട് നടക്കും. സ്നേഹമുള്ളവരെ, എങ്കിൽ പോലും അവരുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്നപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് നമ്മൾ എത്ര ശക്തമായിട്ട് ഈ വിശ്വാസം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് നെഞ്ചത്ത് കൈവച്ചെന്ന് ചോദിക്കാനായിട്ട് കർത്താവ് എനിക്കൊരു പ്രചോദനം നൽകുകയാണ്. നമ്മുടെ വിശ്വാസം വഴി ആത്മരക്ഷ പ്രാപിക്കാനും നമ്മുടെ തലമുറകളിലേക്ക് ആ വിശ്വാസം, എനിക്ക് ശേഷമുള്ള എൻ്റെ മക്കൾക്ക്, അവരുടെ മക്കൾക്ക് ഈ വിശ്വാസത്തിൽ അവർ ജീവിക്കുമോ എന്ന് ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അല്ലെങ്കിൽ
അത് നമ്മുടെ വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി, നമ്മുടെ വിശ്വാസത്തിന്റെ പ്രാക്ടീസിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് പോവുക. അക്കാര്യത്തിൽ അതിനെല്ലാം അബ്രാഹത്തെ കുറിച്ചുള്ള ഈ ചിന്തകൾ കർത്താവിൽ നമുക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, സ്തുതിക്കുന്നതാണ്. ഹല്ലേലൂയ. സ്തുതി.